രണ്ടാമത്തെ പ്രശ്ന പരാതി എന്താ? എനിക്ക് വിദേശ കറൻസി ഇടപാടുണ്ടെന്നാ. ഇതാരാ പറയുന്നത്? ഇതാരാ പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആധിപതിയും സ്വജനപക്ഷപാതവും വെച്ച് പുലർത്തി പ്രവർത്തിച്ച ഒരു മന്ത്രി വിദേശ കറൻസി ഇടപാട് ഞാനല്ല നടത്തിയത്. വിദേശ കറൻസി ഇടപാട് നടത്തിയത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. നിങ്ങൾക്കെല്ലാം അറിയില്ലേ? ഡോളർ തട്ടിപ്പ് നിങ്ങൾക്കറിയില്ലേ? ഞാൻ സ്മഗളറാണെന്നാ പറയുന്നത്. സ്മഗ്ലിംഗ് നടത്തിയത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഈ നാട്ടിലെ ജനങ്ങൾക്കറിയില്ലേ ആരാ സ്മഗ്ലിംഗ് നടത്തിയത്? ഭരണത്തിന്റെ സർവ സന്നാഹങ്ങളുടെയും പിൻബലത്തോടുകൂടി ഇവിടെ സ്മഗ്ലിംഗ് നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ വലം കൈയായി നടന്ന സ്വപ്ന സുരേഷാണ്. 10ാം ക്ലാസ് പാസ്സാവാത്ത ഒരു വനിതയെ ഉന്നത ശ്രേണിയിലിരുത്തി 3 ലക്ഷം രൂപ ശമ്പളം നൽകി 4 വർഷം കൂടെ കൊണ്ടു നടന്നിട്ട് മാധ്യമങ്ങൾ ആരാണ് ഈ സ്വപ്ന സുരേഷ് എന്ന് ചോദിച്ചപ്പോ എനിക്കറിയില്ലെന്ന് ഈ സംസ്ഥാനത്തെ വിദ്യാസമ്പന്നരായ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി. ആർക്കെങ്കിലും പറയാൻ തോന്നുമോ? ഐടിയുടെ സകല കോൺഫറൻസിനും സ്വാഗതം പറയുന്നത് സ്വപ്ന സുരേഷ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനിലും സർവ സാന്നിധ്യം സ്വപ്ന സുരേഷ്. വിദേശത്ത് പോകുമ്പോ കൂടെ സ്വപ്ന സുരേഷ്. വിദേശത്ത് പോകുമ്പോ കൂടെ സ്വപ്ന സുരേഷ്. തിരിച്ചു വരുമ്പോ കൂടെ സ്വപ്ന സുരേഷ്. താമസിക്കുന്ന ഹോട്ടലിൽ സ്വപ്ന സുരേഷ് താമസിക്കുന്നു. 4 വർഷം കൂട്ടിക്കൊണ്ടു നടന്നിട്ട് ആരാണ് സ്വപ്ന സുരേഷ് എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ഏത് സ്വപ്ന, ഏത് സുരേഷ് എനിക്കറിയില്ല എന്ന് പറഞ്ഞ പിണറായി വിജയനെ ഈ കേരളത്തിലെ കൊച്ചുകുട്ടികൾ വിശ്വസിക്കുമോ? ആർക്കത് അങ്ങനെ പറയാൻ സാധിക്കുക? എന്നിട്ട് ഞാൻ ഡോളർ ഇടപാട് നടത്തിയെന്ന്, ഞാൻ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് എങ്ങനെ മുഖ്യമന്ത്രിക്ക് ഇത് പറയാൻ സാധിച്ചു? അപാരമായ തൊലിക്കെട്ടിയില്ല എങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇതുപോലൊരു കള്ള വസ്തുത, കള്ള വാർത്ത പ്രചരിപ്പിക്കാൻ സാധിക്കോ? നിങ്ങൾ പരിശോധിക്കണം. മണൽ മാഫിയുമായി എനിക്ക് ബന്ധമുണ്ട്, അന്വേഷിക്കണം മുഖ്യമന്ത്രി. മണൽ മാഫിയുമായി ബന്ധമുള്ളവരാണ് KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്ന ഞാനെങ്കിൽ അന്വേഷിക്കണം. ഭരണം നിങ്ങളുടെ കയ്യിലല്ലേ? നിങ്ങൾക്ക് എനിക്കെതിരെ ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങൾ അന്വേഷിക്കാൻ അധികാരമുള്ള ഗവൺമെന്റിന്റെ തലവനാണ് താങ്കൾ. സാമ്പത്തിക കുറ്റവാളിത്തമുണ്ടോ നിങ്ങൾക്ക് അന്വേഷിക്കാം. മാഫിയ ബന്ധമുണ്ടോ നിങ്ങൾക്ക് അന്വേഷിക്കാം. മാഫിയ ബന്ധം എനിക്കല്ല, ജസ്റ്റിസ് സുകുമാരൻ അടക്കം പറഞ്ഞത് നിങ്ങൾക്കാണെന്ന് വെടിയുണ്ട കണ്ടെടുത്തപ്പോ അതിനോടുള്ള സുകുമാരന്റെ കമന്റിനെതിരെ മാനനഷ്ട കേസുമായി കോടതിയിൽ പോയപ്പോ ആ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന തിരിച്ചടി പിണറായിക്ക് ഓർമ്മയുണ്ടോ? ജസ്റ്റിസ് സുകുമാരൻ ആവർത്തിച്ചു ആ മാഫിയ ബന്ധമുണ്ടെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു എന്ന് ജസ്റ്റിസ് സുകുമാരൻ പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയാം. ആരാണ് മാഫിയ? വെടിയുണ്ട ആരിൽ നിന്നാ പിടിച്ചത്? എന്നിൽ നിന്നല്ല, പിണറായി വിജയനിൽ നിന്നാ. എന്തിനാണ് വിജയൻ ഉണ്ട കൊണ്ടു നടന്നത്? പുഴുകി തിന്നാനാണോ? അല്ലല്ലോ. വെടിയുണ്ടെങ്കിൽ തോക്കുണ്ടാവുമല്ലോ. അത് തോക്കുമായി നടക്കുന്ന, വെടിയുണ്ട പേര് നടക്കുന്ന പിണറായി വിജയനാണോ മാഫിയ? അതല്ല, ഇതുവരെ ഒരു തോക്കും വാങ്ങാത്ത, ഉപയോഗിക്കാത്ത ഞാനാണോ മാഫിയ? ജനം വിലയിരുത്തട്ടെ, ഈ നാട് വിലയിരുത്തട്ടെ.
ചിറക്കൽ രാജാസ് സ്കൂളിലെ ഫണ്ട് ദുരുപയോഗം ചെയ്തു, പാർട്ടി ഫണ്ട്, രക്തസാക്ഷികളുടെ പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്തു, DCC ആഫീസിന്റെ പണം മിസ്യൂസ് ചെയ്തു. ഇതൊക്കെ അന്വേഷിക്കാൻ പിണറായി വിജയൻ വേണ്ട. അതിന് എന്റെ പാർട്ടിയുണ്ട്, എന്റെ പാർട്ടി എവിടെയുണ്ട്. ഇതിനെ കുറിച്ച് ആരെങ്കിലും പിണറായി വിജയന് പരാതി വന്നാൽ നിങ്ങൾ അന്വേഷിക്കണം, പോലീസിനെ വെച്ച് അന്വേഷിക്കണം. നടപടിയിൽ വസ്തുതയുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യണം. നക്തലുണ്ട് പിണറായി വിജയനെങ്കിൽ എനിക്കെതിരെ ഉണ്ടെങ്കിൽ ആരോപണങ്ങൾ അത് അന്വേഷിക്കാൻ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ചു എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ നക്തലുണ്ടെങ്കിൽ പിണറായി വിജയൻ അത് കാണിക്കണം. അല്ലാതെ ചീഞ്ഞളിഞ്ഞ മനസ്സിനെ അടക്കി ഭരിക്കുന്ന രാഷ്ട്രീയ വിദ്വേഷവും ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ല. തുറന്ന മനസ്സ് ഒരു മുഖ്യമന്ത്രിക്ക് വേണം, ശുദ്ധമായ മനസ്സ് മുഖ്യമന്ത്രിക്ക് വേണം. എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമായി നടത്താൻ സാധിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമസ്ഥനാവണം കേരളത്തിന്റെ മുഖ്യമന്ത്രി. ജനങ്ങൾ അതാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മമ്പളം ദിവാകരനെ കൊല്ലാനയച്ചു ഞാൻ ആളെ. കൊല്ലപ്പെട്ടവർക്കായി പിരിച്ച തുക ഞാൻ ദുരുപയോഗം ചെയ്തു. കണ്ണൂരിൽ വന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. അവിടെ സിംഗർ വെട്ടിക്കൊന്ന, CPM വെട്ടിക്കൊന്ന, പിണറായി വിജയന്റെ നിർദ്ദേശത്തിൽ വെട്ടിക്കൊന്ന എത്ര രക്തസാക്ഷികളുണ്ടോ ആ രക്തസാക്ഷികളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരാൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, കുടുംബസഹായ ഫണ്ട് കൊടുത്തിട്ടുണ്ട്, വീട് വേണ്ടവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പഠിക്കുന്ന കുട്ടികൾക്ക് പഠന സൗകര്യം ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ സംസ്ഥാനത്ത് എവിടെയും കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ അത്തരമൊരു സുരക്ഷിതത്വമുണ്ട് എന്നെനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ കണ്ണൂരിൽ എന്നെ സംബന്ധിച്ച് അത് സത്യമായും സക്രിയമായും നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ വസ്തുതയൊക്കെ മുഖ്യമന്ത്രിക്ക് അന്വേഷിക്കാം. ഗുണ്ടൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് CH മുഹമ്മദ് കോയിയുടെ പരിപാടി കലക്കി എന്നാണ് മറ്റൊരു ചർച്ച. അതിന്റെ അകത്ത് എവിടെയോ ടാർഗറ്റ് വെച്ചാണ് ആ മർമ്മ പ്രയോഗം എന്ന് എനിക്കറിയാം. പക്ഷെ അതിലൊന്നും കേരളത്തിലെ ജനങ്ങൾ കുടുങ്ങില്ല. CH മുഹമ്മദ് കോയ ഗുണ്ടൻ കോളേജിൽ വന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ എതിർ സംഘടനകൾ മുദ്രാവാക്യം വിളിച്ചിരുന്നു. അദ്ദേഹത്തിനെതിരെയല്ല, അദ്ദേഹത്തിന്റെ ആ ഫംഗ്ഷനെതിരെ. അതല്ലാതെ മുഹമ്മദ് കോയയെ വ്യക്തിപരമായി അപമാനിക്കുന്നതൊന്നും അവിടെ നടന്നിട്ടില്ല. ഇതിനെല്ലാം അപ്പുറത്ത് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഈ പിണറായി വിജയൻ ഈ ബ്രണ്ണൻ കോളേജിൽ എന്നെ നഗ്നനായി ബ്രണ്ണൻ കോളേജിൽ നടത്തിയിട്ടുണ്ട്. എന്തോ ദുസ്വപ്നം കണ്ടാണ് അദ്ദേഹം അന്ന് പത്രസമ്മേളനം നടത്തിയത്. അന്നത്തെ ബ്രണ്ണൻ കോളേജിൽ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്കറിയാലോ, എന്റെ കണ്ണമ്പറസായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്, അവിടെ പഠിപ്പിച്ച അധ്യാപകന്മാരുണ്ട്, കേരളം നിറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ സുഹൃത്തുക്കൾ എനിക്കിപ്പോഴുമുണ്ട്, അധ്യാപകന്മാരുണ്ട് ഈ ഭാഗത്ത് മുഴുവൻ. ആരോടെങ്കിലും ചോദിച്ച് ഒരാളെങ്കിലും പിണറായി വിജയൻ പറഞ്ഞ ഈ രാഷ്ട്രീയ അലിഗേഷൻസ് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പണിയും അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കാം. ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പിണറായി മാറുമോ? ഒരാള് പറയട്ടെ. SFI എന്ന് പറയുന്ന ഒരു സംഘടന അന്ന് അവിടെ നാമമാത്രമാണ്. സോറി, SFI, KSFI അല്ലെ, KSF നാമമാത്രമാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേർന്ന കൊല്ലം അവിടെ KSFന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് സഖാബ് ഭാരതിയ. 35 വോട്ടാണ് അവർക്ക് കിട്ടിയത്. അവരാണ് CH മുഹമ്മദ് കോയയുടെ പരിപാടി സംരക്ഷിച്ചത് KSU ഗുണ്ടായുസത്തിൽ നിന്ന്. AK ബാലൻ അവിടെ വന്നത് എപ്പോഴാ? AK ബാലൻ അവിടെ വന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 71 സാധ്യത. മമ്പളം ദിവാകരൻ അവിടെ വന്നത് എപ്പോഴാ? 71 മമ്പളം ദിവാകരൻ എലപ്പുള്ളൻ കോളേജിലേക്ക് വന്നത്. പിണറായിയുമായുള്ള സംഘട്ടവും ഒക്കെ 67 സംഭവം. 67 സംഭവം. ഞാൻ ഫസ്റ്റ് PC വിദ്യാർത്ഥി. ഇവരൊക്കെ എന്റെ പിൻഗാമികളാ. AK ബാലനും മമ്പളം ദിവാകരനും ഒക്കെ. പിണറായി വിജയൻ പരീക്ഷ എഴുതാൻ വന്നു എന്നൊരു യാഥാർത്ഥ്യം, അവിടെ സംഘർഷം ഉണ്ടായി എന്നൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന്റെ ചിത്രം മനോരമയിൽ വന്ന വാർത്ത, അതൊരു സത്യം.
പക്ഷേ അത് അങ്ങനെ പരസ്യമായി പ്രചരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിക്കാത്ത ഒരു സംഭവം പത്രപ്രവർത്തകന്റെ തെറ്റായ നടപടി കൊണ്ട് ഉണ്ടായതാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ എല്ലാ ആളുകളെയും ഓർമ്മിപ്പിക്കുന്നു. അത് പിടിച്ച് എനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ ഞാൻ എല്ലാ തലത്തിലും നിഷേധിക്കുന്നു. മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിച്ച് സംസാരിക്കുന്നു. ഏതെങ്കിലും തെറ്റുകൾ, ഏതെങ്കിലും മണൽ മാഫിയ, ഏതെങ്കിലും സാമ്പത്തിക മാഫിയ, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഗുണ്ടായിസത്തിന്റെ ഗ്രൂപ്പുകളുമായി എനിക്ക് ബന്ധമുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ, ആ തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്താൽ അതിന് എല്ലാ പിന്തുണയും പിൻബലവും എന്റെ ഉണ്ടാകും എന്ന് ഞാൻ മുഖ്യമന്ത്രിയെ ഞാൻ അറിയിക്കാം.